ഒരു പ്രതീക്ഷയില്ലാതെ എൻ്റെ അമ്മൂമ്മ നടത്തിയിരുന്ന പാചക പരീക്ഷണങ്ങൾ. കണഗുണാക്ഷൻ അവിയൽ. കയ്യിൽ കിട്ടുന്ന കഷ്ണങ്ങൾ അത് ചക്കക്കുരുവോ ചേമ്പോ കാച്ചിലോ കപ്പയോ ചേമ്പിൻതണ്ടോ ചേമ്പിൻതാളോ ചേമ്പിലയോ വാഴപ്പിണ്ടിയോ കായോ എന്തുമാവാം. എന്തൊക്കെ കിട്ടുന്നോ എല്ലാം കൂടി അങ്ങ് ചന്നം തുണ്ടം കൽച്ചട്ടിയിലേക്ക്. പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വാളൻപുളി അല്ലെങ്കിൽ മോര് ഇവരെല്ലാം വെള്ളത്തിൽ കിടന്ന് തിളച്ചു മറിഞ്ഞ് വെള്ളം വറ്റുമ്പോൾ തേങ്ങയും ജീരകവും ചെറിയ ഉള്ളിയും വടുക അരച്ച വെള്ളം വറ്റി തുള്ളിച്ചാട്ടം നിർത്തിയ കണഗുണാക്ഷനിലേക്ക്, പിന്നെ അരപ്പിൽ കിടന്ന് തുള്ളിച്ചാടുന്ന കഷ്ണങ്ങളിലേക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണ. അമ്മൂമ്മ നടത്തുന്ന ഈ കലാപരിപാടിയിലേക്ക് എത്തി നോക്കുന്ന ഞാൻ സ്ഥിരമായി ചോദിക്കാറുള്ള ചോദ്യം, രുചി ഉണ്ടാവുമോ? ആർക്കറിയാം. പ്രതീക്ഷകളില്ലാതെയുള്ള അമ്മൂമ്മയുടെ മറുപടി. നമ്മുടെ ഭഗവാൻ കൃഷ്ണൻ പറയാറുള്ളത് പോലെ ഫലം ഇച്ഛിക്കാതെയുള്ള കർമ്മം. കർമ്മം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പണിയെടുക്കലെന്നാണ് കേട്ടോ. പക്ഷേ ഈ കണഗുണാക്ഷൻ ഒരിക്കലും അമ്മൂമ്മയെ ചതിച്ചിട്ടില്ല. ഒരൊന്നൊന്നര അവിയൽ. എനിക്ക് ഇന്നും സദ്യക്ക് നമ്മുടെ മുന്നിൽ ഞെളിഞ്ഞിരിക്കാറുള്ള കൃത്യം അളവ് ചേർത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കാറുള്ള അവിയലിനേക്കാളും ഇന്നും ഇഷ്ടം ഈ കണഗുണാക്ഷനെ തന്നെയാണ്. ചൈനയിലെ ലാവോട്സു ഏറ്റവും ഇഷ്ടപ്പെട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കഥ. അത് ഞാൻ ആദ്യം കേട്ടത് എൻ്റെ പ്രിയപ്പെട്ടയാളിൽ നിന്ന്. മിടുമിടുക്കനായ ഒരു കുതിരയുണ്ടായിരുന്ന ഒരു പാവപ്പെട്ട കർഷകൻ. കുതിരയുടെ ഭംഗി കണ്ട രാജാവ് പോലും തനിക്ക് തന്നെ തരാമോ എന്ന് ചോദിച്ചിരുന്നു അത്രേ. കർഷകൻ അതിനെ അങ്ങനെ വിറ്റങ്ങനെ പണക്കാരനാകാൻ തീരെ മോഹമില്ലായിരുന്നു. താങ്കളുടെ ഭാഗ്യം ഈ കുതിരയാണെന്ന് നാട്ടുകാർ. കർഷകൻ അത് കേൾക്കുമ്പോഴൊക്കെ പറയും, ആർക്കറിയാം. അങ്ങനെ ഒരു ദിവസം കുതിര കർഷകന്റെ വീട്ടിൽ നിന്നും അപ്രത്യക്ഷമായി. നാട്ടുകാർ കൂടി പറഞ്ഞു, നിർഭാഗ്യകരം. അവരുടെ വിധി നിർണയം തീരെ ഇഷ്ടപ്പെടാത്ത കർഷകൻ പറഞ്ഞു, ആർക്കറിയാം. കൃത്യം 15-ാം ദിവസം ദാ വരുന്ന മിഴുമിടുക്കൻ 12 കാട്ടുകുതിരകളുമായി നേരെ കർഷകന്റെ വീട്ടിലേക്ക്. അത് കണ്ട് അമ്പു വിളിച്ച നാട്ടുകാർ വീണ്ടും, മഹാഭാഗ്യം. അത് കേട്ടതും കർഷകൻ പറഞ്ഞു, ആർക്കറിയാം. തീർന്നില്ല. കാട്ടുകുതിരകളെ പരിശീലിപ്പിച്ചുകൊണ്ടിരുന്ന കർഷകന്റെ ഏകപുത്രൻ ദേ കിടക്കുന്നു. താഴേക്ക് കാലും കൈയും ഒടിഞ്ഞു. വീണ്ടും നാട്ടുകാരുടെ വിധി നിർണയം, നിർഭാഗ്യകരം. കർഷകൻ തീരെ ഇഷ്ടപ്പെടാതെ പറഞ്ഞു, ആർക്കറിയാം. അന്ന് രാജാവിന്റെ വിളംബരം. അയൽരാജ്യവുമായി യുദ്ധം. നാട്ടിലെ എല്ലാ ചെറുപ്പക്കാരും സൈന്യത്തിൽ ചേരുക. നാട്ടുകാർ തന്റെ ആൺമക്കളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു തുടങ്ങി. സൈന്യം ബലമായി ഓരോരുത്തരെയും പിടിച്ചുകൊണ്ടു പോകാനും. കാലും കൈയും ഒടിഞ്ഞു കിടക്കുന്ന നമ്മുടെ കർഷകന്റെ മകനെ ഉപേക്ഷിച്ച സൈന്യം അടുത്ത വീട്ടിലേക്ക്. നാട്ടുകാർ വീണ്ടും പറഞ്ഞു തുടങ്ങി, കർഷകന്റെ മഹാഭാഗ്യം. വീണ്ടും അയാൾക്ക് ദേഷ്യം വന്നിട്ട് പറഞ്ഞു തുടങ്ങി, ആർക്കറിയാം. ശരിയല്ലേ? ആർക്കറിയാം വരും ദിനങ്ങൾ. കയ്യിൽ ഇപ്പോൾ കിട്ടിയതെല്ലാം, അഥവാ നമ്മുടെ ആഗ്രഹങ്ങൾ കൊണ്ട് പ്രതീക്ഷകളോടെ നമ്മൾ നേടിയെടുത്തത് നാളെ ഭാഗ്യമാവുമോ നിർഭാഗ്യമാവുമോ? ആർക്കറിയാം. എൻ്റെ അമ്മൂമ്മ പറയാറുള്ളത് പോലെ, എൻ്റെ പ്രിയപ്പെട്ടയാൾ എന്നോട് പറഞ്ഞ ലാവോട്സിൻ്റെ കഥയിലെ കർഷകൻ പറഞ്ഞതുപോലെ, ആർക്കറിയാം. നമുക്ക് മുന്നിൽ ഒന്നും മാത്രം. ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞതുപോലെ ഫലം പ്രതീക്ഷിക്കാതെ കർമ്മം ചെയ്യുക, അഥവാ പ്രതീക്ഷകൾ വയ്ക്കാതെ പണിയെടുക്കുക. ജീവിതത്തെ അതിൻ്റെ വഴിക്ക് അങ്ങ് വിട്ടേക്കുക. കഴിഞ്ഞതും നടന്നതും വരാനുള്ളതും ഭാഗ്യമോ നിർഭാഗ്യമോ ആർക്കറിയാം.